എന്ന് എവിടെയൊക്കെ അവർ എക്സ്പോസ് ആയി വന്നിട്ടുണ്ടോ അവിടെയാണ് നമുക്ക് നാശം ഉണ്ടായിട്ടുള്ളത്. അതോ ഈ നുണറായി ഇസം വ്യക്തിപരമായിട്ടുണ്ട്, ആ സംവിധാനത്തെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ തെളിവ് ഇന്നലത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. കണ്ണൂർ എവിടെയാണെന്നാണ് തോന്നുന്നത്. 50 കോടി അനുവദിച്ചിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾക്ക്. 72 78 ഓവർ ബ്രിഡ്ജുകളാണ് റെയിൽവേ ഒരുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്രോച്ച് റോഡും പില്ലർ വരെ കേരള സർക്കാരും, ബാക്കി ഗേർഡർ വയ്ക്കുന്നത് മാത്രമാണ് സാധാരണ ROBയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൽ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അല്ലെങ്കിൽ റെയിൽവേ ബോർഡ് നിശ്ചയിച്ച് വരുന്നത്. അതിന് അംഗീകാരം കൊടുത്താൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിക്കാൻ പറ്റൂ. ഒളരിയിൽ ഏതാ സ്ഥലം? കൊക്കാലയല്ല, വടൂക്കര. വടൂക്കരയിൽ ഇവിടുത്തെ MLAയും മുഖ്യമന്ത്രിയും പിന്നെ ആരൊക്കെയുള്ള ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. 15 കോടി അനുവദിച്ചിരിക്കുന്നു. തട്ടിപ്പ്. ഞാൻ വ്യക്തമായിട്ട് ഇരുന്ന് പറയുന്നു, റെയിൽവേക്ക് അങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജിന് പെർമിഷൻ കൊടുത്തതായിട്ട് റെയിൽവേക്ക് അറിവില്ല. ഇനി ഒരു മാർക്സിസ്റ്റുകാരന് പോലും, ഒരു CPI-കാരന് പോലും ആ പാർട്ടിക്ക് വേണ്ടി ഇവിടെ വോട്ട് ചെയ്യാനൊക്കത്തില്ല. അത്രയും വലിയ നുണറായിസമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു ഓട്ടോക്കാരൻ ചോദിച്ചിട്ടാണ് ഞാൻ അത് കണ്ടുപിടിച്ച് അതിന് RTIയിലൊന്നും പോകണ്ട. RTI ചുരണ്ടിയെടുത്ത മഹാന്മാരെല്ലാം മറ്റേ ചെമ്പ് ചുരണ്ടിയവരാണ്. ആ ചെമ്പ് ചുരണ്ടിയവരെല്ലാം ഇപ്പൊ ചെമ്പിലോ സ്വർണത്തിലോ ഒക്കെ കിടന്ന് തിളച്ച് പൊന്തി പതയുകയാണ്, അല്ലേ? അപ്പോ മാതൃഭൂമിയിലോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. ആ പത്രം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതും എടുത്ത് പ്രചരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 50 കോടി അനുവദിച്ചിരിക്കുന്നു എന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജിന്. ഈ പുതുതായി കേരളത്തിലേക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള 72 78 ഓവർ ബ്രിഡ്ജുകളാണ്. അതിൽ 80% ROBകളും അപ്രോച്ച് റോഡ് അടക്കം സ്ഥലമെടുത്തു കൊടുക്കണം കേരള സർക്കാർ. അലൈൻമെന്റ് അവരംഗീകരിക്കും. ഇവര് സ്ഥലമെടുത്ത് കൊടുത്താൽ പണിയാനുള്ള കാശ് മുഴുവനായി മുടക്കുന്നത് സെൻട്രൽ റെയിൽവേ മിനിസ്ട്രിയാണ്. മുഴുവനായുമോ അല്ലെങ്കിൽ 80%. അതിനാണ് മരുമോനും അമ്മായിയപ്പനും എല്ലാം ചേർന്ന് ഫ്ലെക്സ് അവിടെ വെച്ചിരിക്കുന്നത്. അതും പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരു ഇലക്ഷൻ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ജനങ്ങളെ കബളിപ്പിച്ച്